Hello viewers, namaste. Welcome back to my new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്റ്റ് എങ്ങനെ ട്രേഡ് എടുക്കാമെന്നുള്ളതാണ്. നമ്മുടെ WinTrader ആക്ച്വലി സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ, ട്രേഡിങ്ങിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ്. ഇത് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ സോഫ്റ്റ്വെയർ കാണിച്ചിട്ട് എവിടെ നമ്മൾ ബൈ എടുക്കണം, അതുപോലെ നമുക്ക് ഇതാണ് നമുക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ അതാണ്, നമുക്ക് ബൈ എടുക്കണം, അതുപോലെ എക്സിറ്റ് ലെവൽസൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന പാർട്ട്. അപ്പോൾ അത് ആ പാർട്ട് സോഫ്റ്റ്വെയർ നമുക്ക് തരും. അതായത് നമുക്ക് എവിടെ ബൈ ചെയ്യണം, സെല്ല് എപ്പം ചെയ്യണം, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, ടാർഗറ്റ്, ഇതെല്ലാം സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ സോഫ്റ്റ്വെയറിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് സൈഡ് വേസ് വരുമ്പോൾ കാണിച്ചു തരും. അതുപോലെ റെസിസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽസ് ഇതെല്ലാം സോഫ്റ്റ്വെയറിനെ കാണിച്ചു തരും. അതായത് ടെക്നിക്കൽ സോഫ്റ്റ്വെയർ, അതായത് നമുക്ക് ഫുൾ പാക്കായിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിൻ്റെ സിഗ്നൽസ് കൺഫേം ആണെന്ന് മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ബജാജ് ഫിനാൻസ് ആണ്. ഈ വരുന്നതാണ് മാർക്കറ്റ്. അതായത് നിങ്ങൾ ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് റേറ്റ്, ലൈവ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരും. അതുപോലെ ഇതിനകത്ത് റെഡ് ഡൗൺ ആരോ അത് സെൽ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്, ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. സോഫ്റ്റ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണിച്ചു തരും എവിടെ ബൈ ചെയ്യാം. സിഗ്നൽസ് വരുമ്പോൾ നമുക്കിതുപോലെ ഇൻഡിക്കേഷൻ തരും, അലേർട്ട് മെസ്സേജ് വിത്ത് സൗണ്ട്, നമുക്കൊരു സൗണ്ടോടുകൂടി കേൾക്കാൻ കൂടി പറ്റും. അതിനകത്ത് എഴുതി കാണിച്ചു. ഇപ്പോൾ ബജാജിൽ രാവിലെ നമുക്ക് സെൽ സിഗ്നൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇതുപോലെ എഴുതി കാണിച്ചു തരും. അതേപോലെ തന്നെ ഏറ്റവും മേഖല ബജാജ് ഇന്ന് സെല്ലിൽ വന്നിരിക്കുന്നത് 7545 ടൈം ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ 85 പോയിന്റ് ഡൗണിലാണ്. നമ്മൾ സോഫ്റ്റ്വെയർ തന്ന ടാർഗറ്റ് ഉൾപ്പെടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ ഇവിടെ സിഗ്നൽ കാണിച്ചു വന്നു, ഇവിടെ സെല്ല് വന്നു, ഉടനെ കയറി നമ്മൾ സെല്ല് എടുക്കൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അതായത് മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതെങ്ങനെ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സെല്ല് വന്നു, സെൽ സിഗ്നൽ വന്ന ശേഷം രണ്ട് കൺഫർമേഷൻ ഉള്ളു. താഴെ ഇതുപോലെ പ്രൈസ് എന്താണിക്കണം, സെൽ സോൺ എന്ന് എഴുതി കാണിക്കണം. അതുപോലെ സെൽ വന്ന ശേഷം അതിൻ്റെ താഴത്തെ ഒരു ബാർ ഉണ്ടല്ലോ, ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. ആ ബാർ എന്തായിരിക്കണം, സെൽ ആകുമ്പോൾ റെഡ് ആയിരിക്കണം. നമുക്ക് ചില സമയത്ത് റെയർ കേസസിൽ നമുക്ക് സിഗ്നൽ വന്ന ആ ടൈമിൽ അത് കൺഫേം അല്ലായി കൂടി നോ പ്രോബ്ലം. ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെല്ല് വന്നിട്ടുണ്ട്, താഴത്തെ ബാർ കൺഫേം അല്ല, നോ പ്രോബ്ലം. നമുക്ക് കൺഫേം വന്ന ലെവൽ ഏതാണ്, ഈ ലെവൽ വെച്ച് ഈ ഒരു ക്യാൻഡിൽ ഈ ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ വന്നു. ആ ലെവൽ വെച്ച് നമുക്ക് അതിനകത്ത് എടുത്തേച്ചാൽ മതിയായിരുന്നു. അവിടെ നിന്നാണ് അപ്പോൾ അധികം ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ആ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഇറങ്ങി വെച്ചിരിക്കുന്നത്. നമ്മളപ്പം രണ്ട് കൺഫേം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റിൻ്റെ സിഗ്നൽ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരു 10 ഷെയറിൽ ട്രേഡ് ചെയ്യണം, നമ്മൾ ഈ എക്സൽ ഷീറ്റിൽ ഓരോ ഷീറ്റ് ഇങ്ങനെ ആഡ് ചെയ്തില്ല, അതുപോലെ നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പോൾ ഏതിലും ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്ന ബജാജ് ഫിനാൻസോ SBIയോ ഡോക്ടർ റെഡിയോ ടാറ്റ പവർ ഏതാണ് ഇപ്പം ആഡ് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് ഏതിലെങ്കിലും സിഗ്നൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ നോക്കുന്ന ഈ ചാർട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെ അലർട്ട് മെസ്സേജ് കാണിച്ചിട്ടും അവിടെ ഇതുപോലെ എഴുതിയും കാണിച്ചിട്ടും ഇന്ന റേറ്റിൽ ഇതിനകത്ത് ബൈ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ചാർട്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, കൺഫർമേഷൻ ചെക്ക് ചെയ്യുക, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനുള്ളത്. സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കൺഫർമേഷൻ നോക്കണം. സെല്ലിൻ്റെ താഴത്തെ ബാർ റെഡ് ആയില്ലെങ്കിൽ റെഡ് വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യണം. 1-2 ക്യാൻഡിലിന് ശേഷം നമുക്ക് കൺഫർമേഷൻ വന്നാൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പിന്നെ പ്രൈസ് ഇവിടെ സെൽസ് ആണ്. ഇതൊക്കെ സോഫ്റ്റ്വെയർ കാണിച്ചു വന്നോളും, നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി അത് കൺഫേം വന്നോന്ന്. ബൈ ആണെന്നുണ്ടെങ്കിൽ എന്താ നേരെ റിവേഴ്സ് നമുക്ക് ബൈ സിഗ്നൽ ഗ്രീൻ അപ്പാര പറഞ്ഞു, അതിൻ്റെ താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് അവിടെ ബൈ സോൺ വന്നേച്ചാൽ മതി. പിന്നെ ഈ അലേർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വന്നിരിക്കുക ക്രോസ് അപ്പ് ഇൻ നിഫ്റ്റി, അതായത് നിഫ്റ്റി 1 മിനിറ്റിൽ ക്രോസ് അപ്പ്, അതായത് ട്രെൻഡ് അപ്പ് പോകാനുള്ള അതൊരു റിവേഴ്സിൻ്റെ ഇൻഡിക്കേഷനാണ്. അത് ഉൾപ്പെടെ സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരും. പുതിയ സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ ഇൻഡിക്കേഷനാണ്. നിഫ്റ്റിയിൽ ഞാനിപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടെല്ലാം ഓപ്പൺ ചെയ്തിരിക്കുന്ന, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ബജാജ് ഫിനാൻസിൻ്റെയാണ്. പക്ഷേ നിഫ്റ്റി ഓൾറെഡി എൻ്റെ ലിസ്റ്റിൽ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ കയറി വരുന്ന 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ ബൈ വന്നിട്ടുണ്ടോ എന്നുള്ള ഇൻഡിക്കേഷനാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേഷൻ തന്നോളും. അതുകൂടാതെ ഇതിനകത്തൊരു സ്കാനർ കൂടി അവൈലബിൾ ആണ്. സ്കാനറിൻ്റെ ഇത് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ട്രെൻഡ്, അപ്പോൾ ഞാനൊരു 10 ഷെയർസ് ഞാൻ താഴെ ആയിട്ടുള്ളൂ, പക്ഷേ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഒരു 50 ഷെയർസ് എനിക്ക് അറിയണം, ഏതാ ട്രെൻഡ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കാനർ ആഡ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രെൻഡ് കാണിച്ചു തരും. ഇപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പേരിൽ 2 ഗ്രീനും 1 റെഡ് ആരോ ഉണ്ട്, അതായത് മേജർ ട്രെൻഡ് അവിടെ എന്താണ്, ബൈ തന്നെയാണ്. റിലയൻസ് നോക്കുകയാണെങ്കിൽ 2 ഗ്രീനും 1 റെഡും ഉണ്ട്, മേജർ ട്രെൻഡ് അവിടെ അപ്പ് ട്രെൻഡ് തന്നെയാണ്. അതുപോലെ XAUSDയിലും 3 ഡൗൺ റെഡ് ആരോ, അതായത് അവിടെ ഡൗൺ ട്രെൻഡ് നടക്കുവാണ്. ഇൻഫോസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 റെഡും 1 ഗ്രീൻ, അതായത് അവിടെ മേജറായിട്ടുള്ള ആരോസ്
കൂടുതലും റെഡ് അല്ല, അപ്പം ഡൗൺ ട്രെൻഡ് നടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ഇതിൻ്റെ ഹിൻഡ് ആൾക്ക് നോക്കുകയാണെങ്കിൽ 3 ഗ്രീൻ, അതായത് അപ് ട്രെൻഡാണ് നടക്കുന്നത്. നമുക്ക് ഒറ്റയടിക്ക് ഇതിൻ്റെ ട്രെൻഡ് അറിയാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പെർഫോമൻസ് ലൈവായിട്ട് കാണാം, അല്ലെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെയുണ്ട്. അതുപോലെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യുക, അവിടെ എൻ്റെ ഡയറക്റ്റ് വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.